എല്ലാവർക്കും നമസ്കാരം. എൻ്റർടൈൻമെൻറ്റ് കീഴിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എൻ്റർടൈൻമെൻറ്റ് കീഴിലെ ഈ കിഴി എപ്പിസോഡാണ്. ഒരുപാട് അപ്ഡേറ്റ്സ് കണ്ട് കുറച്ച് ദിവസങ്ങളായി നമ്മൾ കിഴി എപ്പിസോഡ് ചെയ്തിട്ട്, അപ്പോൾ കെട്ടിക്കിടക്കുകയാണ്, കുറേ ഉണ്ട്. എന്തായാലും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ചില അപ്ഡേറ്റ്സുകൾ പറഞ്ഞിട്ട് പോകാം. കിഴിയിലൊന്നും എഴുതിയിട്ടില്ല കേട്ടോ. ഇന്നെന്തായാലും മത്സരമോ കാര്യങ്ങളോ ഒന്നുമില്ല, ജിനേഷ് എത്തിയിട്ടില്ല ഇതുവരെ. അപ്പോൾ എന്തായാലും അപ്ഡേറ്റ്സുകൾ കൊടുക്കാതിരുന്ന് കഴിഞ്ഞാൽ കെട്ടിക്കിടക്കും, വിറ്റ് ഒഴിവാക്കുകയാണ്. ഫസ്റ്റ് വൺ ഒരു OTT റിലീസുമായി ബന്ധപ്പെട്ട ഒരു കിഴിയാണ്. വിശേഷം സിനിമയുടെ ഒരു വിശേഷമുണ്ട്. സിനിമ തിയേറ്ററിൽ റിലീസായപ്പോൾ ചില മോശമില്ലാത്ത റിവ്യൂസ് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ സിനിമ തിയേറ്ററിലൊരു വിജയമായിരുന്നില്ല. എന്തായാലും സിനിമ എല്ലാവർക്കും ഇനി OTTയിൽ കാണാം. സിംപ്ലി സൗത്തിൽ സെപ്റ്റംബർ 10 സ്ട്രീമിംഗ് തുടങ്ങും. എന്തായാലും നമുക്ക് OTTയിൽ കാണുമ്പോൾ നോക്കാം. ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നില്ല കേട്ടോ സിനിമ, നമ്മുടെ ഇവിടെ ഒന്നും റിലീസ് ഉണ്ടായിരുന്നില്ല. ഓക്കെ, അടുത്തത് കിഷ്കിന്ധ കാണ്ഡം. നമ്മുടെ ആസിഫ് അലി, അപർണ ബാലമുരളി, വിജയരാഘവൻ ഇവർ പ്രധാന കഥാപാത്രങ്ങളാവുന്ന സിനിമയാണ്. അതായത് സിനിമയുടെ റിലീസ് ഡേറ്റ് പ്രഖ്യാപിച്ചിരിക്കുന്നത് സെപ്റ്റംബർ 12 എന്തായാലും വിജയരാഘവൻ ഒരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞതാണ്, അടുത്ത കാലത്ത് അഭിനയിച്ചതിൽ ഏറ്റവും ഗംഭീരമായ സ്ക്രിപ്റ്റാണ് കിഷ്കിന്ധ കാണ്ഡത്തിൻ്റെ എന്നുള്ളതാണ്. അപ്പോൾ വേറെ ലെവൽ സ്ക്രിപ്റ്റ് ആയിരിക്കും മേ ബി. എന്തായാലും ആൾ കേട്ടതിൽ ഏറ്റവും ബെസ്റ്റ് സ്ക്രിപ്റ്റാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അല്ലെങ്കിലും ഒരു കറുത്ത കുതിര ആവാൻ സാധ്യതയുള്ള ഒരു സിനിമയാണെന്നുള്ളതാണ് ഇൻഡസ്ട്രി ടോക്സ് കേട്ടോ. മേ ബി സൈലൻ്റായി വന്ന് അങ്ങ് കപ്പടിക്കാനുള്ള സാധ്യത കാണുന്നുണ്ട്. എന്തായാലും ബിഗ് ക്ലാഷാണ്. ARM പിന്നെ കൊണ്ടൽ ഇതിൻ്റെയൊക്കെ കൂടെയാണ് സിനിമ റിലീസിനെത്തുന്നത്. ഓണം കിഷ്കിന്ധ കാണ്ഡം അടിക്കുമോ എന്നുള്ളത് നമുക്ക് നോക്കാം. എന്തായാലും അടുത്ത കിഴി ബോളിവുഡിൽ നിന്ന് നമ്മുടെ കില്ലാടി അക്ഷയ് കുമാറിൻ്റെ ഒരു കിഴിയാണ്. അക്ഷയ് കുമാർ നായകനാവുന്ന അടുത്ത സിനിമയുടെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ വന്നിട്ടുണ്ട്. നമ്മുടെ പ്രിയദർശനാണ് സിനിമ സംവിധാനം ചെയ്യുന്നത് കേട്ടോ. ഇതാണ് ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ. ഭൂത് ബംഗ്ല, പേര് കേട്ടാൽ തന്നെ അറിയാം, കോമഡി ഹൊറർ ജോണർ. സംശയമുണ്ടോ? ആർക്കെങ്കിലും എന്തെങ്കിലും സംശയമുണ്ടോ? എന്തായാലും കണ്ടറിയാം എന്തൊക്കെ കാട്ടിക്കൂട്ടുന്നുള്ള അറിഞ്ഞൂടാ. എന്തായാലും അക്ഷയ് കുമാറിൻ്റെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള കുറച്ച് സിനിമകൾ വളരെ മോശമായിരുന്നു, ദുരന്തമായിരുന്നു. ബോളിവുഡിൻ്റെ പേര് തന്നെ നിലനിർത്തിയ സിനിമകളായിരുന്നു. എന്തായാലും ഈ സിനിമ എങ്ങനെയുണ്ടെന്നുള്ളത് കണ്ടറിയാം. ഒരുപാട് സിനിമകൾ, അതായത് പ്രിയദർശൻ്റെയും അക്ഷയ് കുമാറിൻ്റെയും കൂട്ടുകെട്ടിൽ വളരെ നല്ല സിനിമകൾ വന്നിട്ടുണ്ട്. അതുപോലെ ഒരു ഹിറ്റ് സിനിമ തന്നെ ആയിരിക്കാം മേ ബി ഭൂത് ബംഗ്ല. ഇനി ഏതെങ്കിലും സിനിമയുടെ റീമേക്ക് ആണെന്ന് അറിഞ്ഞൂടാ, അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല, അത് കണ്ടറിയാം. എന്തായാലും ഇതിൻ്റെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ ആൾ കണ്ണ് തുറന്ന് പാല് കുടിക്കുന്ന ഒരാളായിട്ടാണ്. കണ്ണടച്ച് പാല് കുടിക്കുന്ന ഒരു സാധനം ബാക്കിലുണ്ട്, അതായത് തോളത്തുണ്ട്, ഷോൾഡറിൽ നല്ല കറുത്ത പൂച്ച. എന്തായാലും ആ ഒരു ക്യാരക്ടർ പോലെ തന്നെയാണെന്നുള്ളതാണ് ഇതിൽ നിന്ന് വ്യക്തമാകുന്നത്. അക്ഷയ് കുമാർ തകർക്കട്ടെ. അടുത്തത് ഒരു OTT റിലീസുമായി ബന്ധപ്പെട്ട കിഴിയാണ്. ഡൊമോൻ്റെ കോളനി 2 സിനിമ വമ്പൻ ഹിറ്റായിരുന്നു. ഏതാണ്ട് 50 കോടിക്കേറെ മുകളിൽ കളക്ഷൻ നേടിയിട്ടുണ്ടായിരുന്നു. ഇപ്പോഴും സിനിമ തിയേറ്ററിൽ കളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഡൊമോൻ്റെ കോളനി സെപ്റ്റംബർ 27 ZEE5 വരുമെന്നുള്ളതാണ് ലേറ്റസ്റ്റ് ആയിട്ടുള്ള അപ്ഡേറ്റ്. അപ്പോൾ എന്തായാലും OTTയിൽ കാണാം. ഞാനിതിൻ്റെ ഫസ്റ്റും ഇപ്പോൾ സെക്കൻഡും, ഫസ്റ്റ് OTTയിലാണ് കണ്ടത്, ഇപ്പോൾ സെക്കൻഡും ഇനി OTTയിലാണ് കാണാൻ പോകുന്നത്. തിയേറ്ററിൽ കണ്ടിട്ടില്ല, പറ്റിയിട്ടില്ല. അടുത്തത് ഓണം റിലീസുകളിൽ കൊമ്പൻ. അജയൻ്റെ രണ്ടാം മോഷണം സിനിമയുടെ സെൻസറിങ് കഴിഞ്ഞിട്ടുണ്ട്. കിട്ടിയിരിക്കുന്നത് UA സർട്ടിഫിക്കറ്റാണ്. ഉറപ്പല്ലേ? എന്തായാലും സിനിമ സെപ്റ്റംബർ 12 റിലീസിനെത്തും. ഒരുപാട് പ്രതീക്ഷയുള്ള സിനിമയാണ്. ജിതിൻലാലാണ് സിനിമ സംവിധാനം ചെയ്യുന്നത്. അത്യാവശ്യം മുതൽ മുടക്കിൽ വരുന്ന സിനിമയാണ്. നമ്മുടെ ടൊവിനോയുടെ 3 കഥാപാത്രങ്ങൾ, അജയൻ, മണിയൻ, കുഞ്ഞിക്കേളു, അങ്ങനെ 3 കാലഘട്ടത്തിലുള്ള 3 വ്യത്യസ്ത കഥാപാത്രങ്ങളാണ് ആളിതിൽ ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഏറ്റവും കൂടുതൽ പ്രതീക്ഷയുള്ള ഹൈപ്പുള്ള സിനിമ ARM ആണ് ഈ ഓണത്തിന് വരുന്നതിൽ. എന്തായാലും UA സർട്ടിഫിക്കറ്റാണ് കിട്ടിയിരിക്കുന്നത്. അടുത്ത കിഴി ജേസൺ സഞ്ജയ്, ആൾ സംവിധാനം ചെയ്യുന്ന സിനിമയെക്കുറിച്ചാണ്. ലൈക്ക പ്രൊഡക്ഷൻസ് ആണ് ഈ സിനിമ നിർമ്മിക്കുന്നത്. അത് ആൾറെഡി ഇവർ എഗ്രിമെൻ്റൊക്കെ ഒപ്പിട്ടുണ്ടായിരുന്നു, അതിൻ്റെയൊക്കെ അനൗൺസ്മെൻറ്റ് വന്നതാണ്. സിനിമയിൽ നായകനാകുന്നത് സന്ദീപ് കിഷനാണ്. ഓക്കെ, അതാണ് ലേറ്റസ്റ്റ് ആയിട്ടുള്ള റൂമർ. എന്തായാലും ഒഫീഷ്യൽ അനൗൺസ്മെൻറ്റൊക്കെ ഉടനടി എത്തും എന്നുള്ളതാണ് കേൾക്കുന്നത്. വിജയ് സിനിമ ഇൻഡസ്ട്രിയിൽ നിന്ന് പോയി രാഷ്ട്രീയത്തിലേക്ക് വരുന്നു. അവിടെ മകൻ കയറി വരുന്നു, അതും സംവിധായകനായിട്ട്. ഇനി ആളെന്തായാലും തകർക്കട്ടെ. ഓക്കെ, അടുത്തത് ദേവര സിനിമയുടെ ഒഫീഷ്യൽ ട്രailer
ഇന്ന് 5:04 വരും. എന്തായാലും ഒരുപാട് പ്രതീക്ഷയുള്ള സിനിമയാണ്. പ്രത്യേകിച്ച് RRR എന്ന സിനിമയ്ക്ക് ശേഷം വരുന്ന NTR മൂവി പറയണ്ടല്ലോ, ഹൈപ്പ്. എന്തായാലും കൊറാട്ടിലെ ശിവയാണ് സിനിമ സംവിധാനം ചെയ്യുന്നത്. സിനിമ 27-നാണ് റിലീസിനെത്തുന്നത്. ഒരുപാട് പ്രതീക്ഷയുള്ള സിനിമയാണ്. ഇതിൻ്റെ BGM അനിരുദ്ധാണ്. അതുകൊണ്ട് തന്നെ തെറിക്കും. ഇന്നലെ എൻ്റെ അമ്മോ മനസ്സിലായോ ഏതാ സോങ്? കിഡിലെ സാധനം. മഞ്ജു വാര്യരുടെ പൂന്തുവിളയാട്ടോ പൊളിച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ അതിൻ്റെ മൊത്തം പരിപാടി, അതായത് ലിറിക്കൽ വീഡിയോ ആണല്ലോ, ഡാൻസ്, അതിൻ്റെ മൊത്തം സെറ്റ്, കേരള തനിമയുള്ള ആ രീതിയിലുള്ള ഒരു മൊത്തത്തിലുള്ളൊരു ആംബിയൻസ് എല്ലാം കിടിലനുണ്ട്. എന്തായാലും മഞ്ജു വാര്യറിനെ എടുത്ത് പറയണം. മഞ്ജു വാര്യറിൻ്റെ ലുക്കും, അതായത് സാരി, റെഡ് സാരി, പിന്നെ കൂളിംഗ് ഗ്ലാസ്സും ഉണ്ട്, എന്നിട്ടുള്ള ആ ഡാൻസ്, എന്താ സ്റ്റൈല്. എന്തായാലും ഗംഭീര സോങ്ങാണ്. അത് തിയേറ്ററിൽ തീ പറയും. ഓക്കെ, എന്തായാലും ദേവര ട്രെയിലർ ഇന്ന് 5 മണിക്ക് വരും. അപ്പോൾ അതിൻ്റെ ഒഫീഷ്യൽ ട്രെയിലർ റിയാക്ഷനുമായിട്ട് വരാം കേട്ടോ. അടുത്തത് സൂര്യ 44. സൂര്യ 44ൻ്റെ ഒരു ലേറ്റസ്റ്റ് പോസ്റ്റർ വന്നിട്ടുണ്ടായിരുന്നു. പോസ്റ്റർ ഇവിടെ കാണിക്കാം. ഗംഭീര ലുക്കിലാണ് പോസ്റ്റർ, വേറെ ലെവല്. അതിൻ്റെ ഫാൻ മെയ്ഡൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ, ഇരിക്കുന്നതും നടക്കുന്നതൊക്കെ ആയിട്ടുള്ള സൂപ്പർ സാധനം. എന്തായാലും സൂര്യ 44ൻ്റെ റൂമേഴ്സ് സിനിമയിൽ നമ്മുടെ പ്രകാശ് രാജും പിന്നെ പ്രശാന്തും പ്രധാന കഥാപാത്രങ്ങളാവുന്നുണ്ട് എന്നുള്ളതാണ് കേൾക്കുന്നത് കേട്ടോ. അടുത്ത കിഴി വന്നല്ലോ, ദ ഗ്രേറ്റസ്റ്റ് ഓഫ് ആൾ ടൈം, ദ ഗോട്ട്. സിനിമയുടെ 4 ദിവസത്തെ കളക്ഷൻ വന്നിട്ടുണ്ട്. വേൾഡ് വൈഡ് ഗ്രോസ് 288 CR ആണ് നേടിയിരിക്കുന്നത്. ഫസ്റ്റ് ഡേ ഇതിന് 126 കോടി വേൾഡ് വൈഡ് ഗ്രോസ് ഉണ്ടായിരുന്നു കേട്ടോ. അതിൽ ചെറിയൊരു സംശയം എനിക്കുണ്ടേ, ഇപ്പോൾ കിട്ടും ദൈവമേ. അതിന് സംശയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ജവാൻ സിനിമ അതിൻ്റെ ഹൈപ്പൊന്നും എന്തായാലും ദ ഗ്രേറ്റസ്റ്റ് ഓഫ് ആൾ ടൈം ഇല്ലല്ലോ. ജവാൻ സിനിമയുടെ വേൾഡ് വൈഡ് ഗ്രോസ് ഫസ്റ്റ് ഡേ എത്രയായിരുന്നു എന്നറിയോ? 129 ആയിരുന്നു. ചിന്തിക്കണം. കേരളത്തിൽ ഭയങ്കര ഹൈപ്പായിരുന്നു, സൗത്ത് ഇന്ത്യയിൽ മൊത്തം ഹൈപ്പായിരുന്നു, നോർത്ത് ഇന്ത്യ പിന്നെ ആൾറെഡി ആളുടെ കയ്യിലാണ്, അറിയാലോ. പിന്നെ ഇന്ത്യക്ക് പുറത്ത് ഏറ്റവും ബിഗ്ഗസ്റ്റ് സ്റ്റാറാണ് നമ്മുടെ ഷാറുഖ് ഖാൻ, എന്നിട്ട് 129 കോടി. അപ്പോൾ വിജയുടെ ഗ്രേറ്റസ്റ്റ് ഓഫ് ആൾ ടൈം ഫസ്റ്റ് ഡേ 126 കോടി. അതിലെനിക്ക് എന്തോ ഒരു തള്ളു പോലെ ഫീൽ ചെയ്യുന്നുണ്ട്. ഓക്കെ, എന്തായാലും അടുത്ത കിഴി കാന്ത. ദുൽഖർ സൽമാൻ നായകനാവുന്ന സിനിമയാണ്. കാന്ത സിനിമയുടെ പൂജ നടന്നിട്ടുണ്ട്, ഷൂട്ട് തുടങ്ങിയിട്ടുണ്ട്. സെൽവമണി സെൽവരാജാണ് സിനിമ സംവിധാനം ചെയ്യുന്നത്. റാണ ദഗ്പതിയും പ്രധാന കഥാപാത്രമാവുന്നുണ്ട് കേട്ടോ. എന്തായാലും ഒരുപാട് പ്രതീക്ഷയുള്ള മറ്റൊരു സിനിമ. കേരളത്തിലേക്ക് വരാനുള്ള പ്ലാനൊന്നും ആൾ ഇപ്പോഴും വെച്ചിട്ടില്ല എന്നാണ് തോന്നുന്നത്. കാന്ത ഷൂട്ടൊക്കെ കുറച്ച് മുൻപേ പറഞ്ഞിട്ട് അതൊന്ന് നിന്ന് പോയതായിരുന്നു. എന്തോ ഒരു ഫിനാൻഷ്യൽ ഇഷ്യൂ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് കേട്ടിരുന്നത്. എന്തായാലും അതൊക്കെ മാറി ഇപ്പോൾ സിനിമ ഷൂട്ട് തുടങ്ങി. വളരെ സന്തോഷം. ഒരു വ്യത്യസ്തമായ ഐറ്റാണെന്നുള്ളതാണ് കേട്ടത്. അടുത്തത് L360 ലാലേട്ടൻ്റെ തരുൺമൂർത്തി മൂവി. സിനിമയുടെ ടൈറ്റിൽ റിവീൽ ഉടനടി ഉണ്ടാകും എന്നുള്ളതാണ് കേൾക്കുന്നത്. 15-ാം തീയതി ഇതിൻ്റെ ടൈറ്റിൽ റിവീൽ ചെയ്യും എന്നുള്ളതാണ് ലേറ്റസ്റ്റ് ആയിട്ടുള്ള റൂമേഴ്സ്. എന്തായാലും ഇതിൻ്റെ പേര് എന്തായിരിക്കും? നമ്മൾ ആൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു, തു എന്ന അക്ഷരത്തിൽ നിന്ന് തുടങ്ങുന്ന ഒരു ടൈറ്റിലായിരിക്കും എന്നുള്ളത്. എന്തായാലും നമുക്ക് ആ സമയത്തത് അങ്ങനെ തന്നെയായിരുന്നു, ഇപ്പോഴും അങ്ങനെയൊക്കെ തന്നെയാണ് എന്നുള്ളതാണ് പ്രതീക്ഷിക്കുന്നത്. ഇനി എങ്ങാനും മാറ്റിയിട്ടുണ്ടോ എന്ന് അറിഞ്ഞൂടാ. ഇതിൻ്റെ റൂമേഴ്സ് പ്രകാരം ഇതിൻ്റെ കഥ ബെൻസ് വാസുവിൻ്റെ അതേ കഥ തന്നെയാണെന്നുള്ളതാണ് ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് വരുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെയാണെങ്കിൽ അങ്ങനെ ഒരു പേരുണ്ടാകുമോ എന്നുള്ളതൊരു ചോദ്യമാണ്. പക്ഷേ അറിഞ്ഞത് ഈ രീതിയിലാണ്, തു എന്ന അക്ഷരത്തിൽ തുടങ്ങുന്ന ഒരു ടൈറ്റിലായിരിക്കും എന്നുള്ളതാണ്. എന്തായാലും വെയിറ്റ് ചെയ്ത് തന്നെ അറിയാം. എന്തായാലും 15-ാം തീയതി വരും എന്നുള്ളതാണ് കേൾക്കുന്നത് കേട്ടോ. അടുത്തത് നുണക്കുഴി സിനിമയുടെ റിലീസ് ഡേറ്റ്, അതായത് OTT റിലീസ് ഡേറ്റ്. സിനിമ ഒരു മോശമില്ലാത്ത ഹിറ്റായിരുന്നു തിയേറ്ററിൽ. നമ്മുടെ ബേസിൽ ജോസഫ് നായകനായ സിനിമയാണ്. ജിത്തു ജോസഫാണ് സിനിമ സംവിധാനം ചെയ്തിരിക്കുന്നത്. സിനിമ ZEE5 സെപ്റ്റംബർ 13 സ്ട്രീമിംഗ് ചെയ്യുമെന്നുള്ളതാണ് കേൾക്കുന്നത് കേട്ടോ. ഓക്കെ, അടുത്തത് ബിലാലിക്കാണല്ലോ. ബിലാലിക്ക. നമ്മുടെ മമ്മൂക്കയുടെ ലേറ്റസ്റ്റ് ആയിട്ടുള്ളൊരു ഫോട്ടോ ഒന്നുണ്ടായിരുന്നു. പക്കാ ബിലാൽ. നമ്മുടെ ബിലാൽ ജോൺ കുരിശിങ്കൽ അതേപടി ഇറങ്ങി വന്ന, അതായത് നമ്മൾ പണ്ടത്തെ ഫോട്ടോ നെറ്റിൽ അടിച്ചിട്ട് നമുക്ക് കിട്ടൂല, അതുപോലെ കിട്ടിയിരിക്കുന്നു. ഒരു മാറ്റമല്ല, എത്രയോ വർഷം കഴിഞ്ഞു എന്നിട്ട് ഒരു മാറ്റമല്ല, അതേപടി.
എന്തായാലും ഇത് ശരൺ ബ്ലാക്ക് സ്റ്റാർ എടുത്ത സ്റ്റില്ലാണ്. ഇത് ചിലരൊക്കെ കമൻറ്റ് ചെയ്ത് കണ്ടു, അള്ളാ ബിലാലിക്ക വീണ്ടും വരുന്നോ, അതിൻ്റെ സൂചനയാണോ കാര്യങ്ങളാണോ? അതൊന്നും അല്ലത്. ഇത് ടെർബോ സിനിമയുടെ ഒരു പ്രൊമോ സോങ് ഷൂട്ട് ഉണ്ടായിരുന്നു. അത് പുറത്തു വന്നില്ല കേട്ടോ, അത് വരാൻ സാധ്യതയില്ല. എന്തായാലും ആ പ്രൊമോ സോങ്ങിൽ ആളുടെ കോസ്റ്റ്യൂം ഇതായിരുന്നു. ആ കോസ്റ്റ്യൂമിലെടുത്ത ഫോട്ടോ ആണിത്. എന്തായാലും ബിലാൽ ഇപ്പോൾ വന്നാലും അതേപടി വരുമെന്നുള്ളതിൻ്റെ സൂചനയാണ്. സൂചന എന്നല്ല, നമുക്കറിയാമല്ലോ, മമ്മൂട്ടിനെ അറിയുന്ന എല്ലാവർക്കും അറിയാം. അതായത് കുറേ വർഷങ്ങൾക്ക് മുമ്പ് ചെയ്ത കഥാപാത്രം അതേപടി വരാൻ, അതേപടി കൊണ്ടുവരാൻ അത് മമ്മൂക്കല്ലാതെ വേറൊരാളില്ല. സംശയമൊന്നുമില്ലല്ലോ. എന്തായാലും CBI സീരീസ് നോക്കിയാൽ മതി. സേതുരാമയ്യർ അതേപടി 5 തവണയാണ് ആവർത്തിച്ച് വന്നിട്ടുള്ളത്. എന്തായാലും ഇത് ബിലാലിൻ്റെ അപ്ഡേറ്റ് അല്ല. അടുത്തത് ഗെയിം ചേഞ്ചർ സിനിമയുടെ ഒരു ബിഗ് അപ്ഡേറ്റ്, ബിഗ് അനൗൺസ്മെൻറ്റ്. ഈ സെപ്റ്റംബറിൽ ഇതിൻ്റെ സെക്കൻഡ് സിംഗിൾ വരുമെന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. ഇതിൻ്റെ ഫസ്റ്റ് സിംഗിൾ ആൾറെഡി വന്നതായിരുന്നു, വലിയ മെച്ചമുണ്ടായിരുന്നില്ല. നമ്മളത് റിയാക്ഷൻ ചെയ്തതാണ് കേട്ടോ. എന്തായാലും അതിൻ്റെ അനൗൺസ്മെൻറ്റ് പോസ്റ്റർ ഇതാണ്. തലയിലൊക്കെ ഒരു തോർത്തൊക്കെ കെട്ടി ഒരു വേറെ കോസ്റ്റ്യൂമാണ്. ആൾ ഒരു IPS കാരനാണെന്നുള്ളതാണ് കേട്ടിരുന്നത്. അപ്പോൾ ഒരു ലോക്കൽ സെറ്റപ്പിലേക്ക് വന്നിട്ട് ഡാൻസ് ചെയ്യുന്ന രീതിയിലാണ്. എന്തായാലും ബാക്ക്ഗ്രൗണ്ടിലൊക്കെ ആളുടെ ശങ്കറിൻ്റെ സ്ഥിരം പരിപാടികളുണ്ട്. ഇനി ഈ ഒരു പണ്ണൽ എന്ത് പണ്ണലാണെന്ന് അറിഞ്ഞുകൂടാ, കണ്ടറിയാം. എന്തായാലും പ്രതീക്ഷ ഒട്ടുമില്ല. ആകെ ഒരു ചെറിയ പ്രതീക്ഷ ഉണ്ടെങ്കിൽ ഒരൊറ്റൊന്നുള്ളൂ, ഒന്ന് മാത്രം. ഇതിൻ്റെ സ്റ്റോറി കാർത്തിക് സുബരാജാണ്. പക്ഷേ സ്ക്രിപ്റ്റ് ആളുടേതല്ല. സ്ക്രിപ്റ്റ് ശങ്കറും പിന്നെ വേറെ 2 പേരും കൂടി ഉണ്ടെന്ന് തോന്നുന്നു. എന്തായാലും ഗെയിം ചേഞ്ചറിൻ്റെ സെക്കൻഡ് സിംഗിൾ ഈ സെപ്റ്റംബറിൽ ഉണ്ട്. അടുത്ത കിഴി ദ ഗ്രേറ്റസ്റ്റ് ഓഫ് ആൾ ടൈം. വീണ്ടും ഗോട്ട് സിനിമയുടെ നെഗറ്റീവ് റിവ്യൂസ്, ഭയങ്കരമായിട്ടുള്ള നെഗറ്റീവ് റിവ്യൂസ് വരുന്നുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ച് നമ്മുടെ വെങ്കട് പ്രഭു പ്രതികരിച്ചിട്ടുണ്ട്. ആൾ പറയുന്നത് ഇതിൻ്റെ ഈ നെഗറ്റീവിന് കാരണം RCB ഫാൻസും മുംബൈ ഇന്ത്യൻസ് ഫാൻസും ആണെന്നുള്ളതാണ്. താനൊരു കട്ട CSK ഫാനാണ്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് അതിൽ ചില റെഫറൻസുകളുണ്ട്, പിന്നെ ധോണിയെ കുറിച്ച് പുകഴ്ത്തിയിട്ടുള്ള സംഭവങ്ങളുണ്ട്. അതുകൊണ്ട് അത് RCB ഫാൻസിനും മുംബൈ ഇന്ത്യൻ ഫാൻസിനും ഇഷ്ടപ്പെട്ടിട്ടില്ല എന്നുള്ളതാണ് ആൾ പറയുന്നത്. അതുകൊണ്ടൊന്നല്ല അണ്ണാ, അതുകൊണ്ടൊന്നല്ല. അങ്ങനെയാണെങ്കിൽ മാനാട് സിനിമയിൽ മുഴുനീളം, അതായത് ഇതിപ്പോൾ ക്ലൈമാക്സിലേ ഉള്ളൂ, മുഴുനീളം മാനാടിൽ എപ്പോഴും, അതായത് പ്രേംജി ചെയ്യുന്ന കഥാപാത്രത്തിന് ധോണി റെഫറൻസ് ഉണ്ട്. ആരെങ്കിലും ആ സിനിമയെ നെഗറ്റീവ് പറഞ്ഞിട്ടുണ്ടോ? ഇനി മുംബൈ ഇന്ത്യൻസ് ഫാൻസിനെ തോൽപ്പിച്ച രീതിയിൽ കാണിച്ചു എന്നുള്ളത് കൊണ്ടാണ് ട്രോള് വാങ്ങി എന്നുള്ളതാണ് പറയുന്നതെങ്കിൽ, അങ്ങനെയാണെങ്കിൽ RCB ഫാൻസ് എങ്ങനെ ട്രോളും? എന്തായാലും ഒരു അപരാധം പിടിച്ച ക്ലൈമാക്സ് ആയിരുന്നു. പക്ഷേ സിനിമ ഒരു അപരാധം പരിപാടിയാണെന്നുള്ളത് ഒരിക്കലും പറയുന്നില്ല കേട്ടോ. സിനിമ ഒരു സിനിമയായിട്ട് എടുക്കും. ഇന്ത്യൻ 2 എന്നൊരു സിനിമയായിട്ടേ പരിഗണിക്കാൻ പറ്റില്ല. അങ്ങനത്തെ ഒരു ലെവലിലുള്ളൊരു സിനിമയല്ല ഗോട്ട്. പക്ഷേ നല്ല ചില സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു, എന്നാൽ മോശം കാര്യങ്ങളുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഒരു ചക്കക്കൂട്ടൻ പരുവം എന്നുള്ള രീതിയിൽ തന്നെയാണ് നമ്മളതിൻ്റെ റിവ്യൂ ചെയ്തിട്ടുണ്ടായിരുന്നത്. ആ ഒരു ഐറ്റം അങ്ങനെ ഒരു സാധനമാണ്. ചിലതൊക്കെ കൊള്ളാം, ചിലതൊക്കെ വളരെ കയ്യിൽ നിന്ന് കൈവിട്ട കളിയാണ്. അത് നമുക്ക് ഇതിൻ്റെ OTT ഒക്കെ വന്നതിന് ശേഷം പറയാം. അതിൻ്റെ ഫസ്റ്റ് സീൻ മുതൽ ഓരോ സമയങ്ങളിലും കോമഡി സാധനങ്ങളുണ്ട്. പക്ഷേ ഇന്ത്യൻ 2 ട്രോൾ ചെയ്യപ്പെട്ട രീതിയിലുള്ള ഒരു ട്രോൾ അതിനുണ്ടാകുമോ എന്നുള്ളത് സംശയമാണ്. കാരണം അമ്മാതിരി അപരാധം പിടിച്ചൊരു സിനിമയല്ല ഗോട്ട്, അതിന് സംശയമല്ല. പിന്നെ വിജയുടെ കരിയറിലെ ബെസ്റ്റ് പെർഫോമൻസുമാണ് അതിൽ, 2 കഥാപാത്രങ്ങളും, അതിനൊരു സംശയമല്ല ആ കാര്യത്തിൽ. ഓക്കെ, അടുത്തത് റൈഫിൾ ക്ലബ്. ആഷിഖ് അബു സംവിധാനം ചെയ്യുന്ന സിനിമയാണ്. സിനിമയുടെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു ക്യാരക്ടർ പോസ്റ്റർ പുറത്ത് വന്നിട്ടുണ്ട്. നമ്മുടെ അനുരാഗ് കശ്യപ്, ആളുടെ ബർത്ത്ഡേ ആണെന്ന്. അപ്പോൾ മിനി ഹാപ്പി റിട്ടേൺസ് ഓഫ് ദി ഡേ. ഒരു നല്ല ബെസ്റ്റ് ഡയറക്ടറാണ്, നല്ലൊരു നടനാണ്. എന്തായാലും ആളുടെ ബർത്ത്ഡേക്ക് പുറത്തിറക്കിയ ഒരു പോസ്റ്ററാണ്. ആളുടെ ക്യാരക്ടർ നെയിം ദയാനന്ദ് ബേർ, അതാണ് ആളുടെ ക്യാരക്ടർ നെയിം. എന്തായാലും നല്ലൊരു പോസ്റ്ററാണ്. ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ ഈ കിഴി എപ്പിസോഡിലുള്ളത്. നമ്മൾ കിഴി എപ്പിസോഡ് ചെയ്യുമ്പോഴേ ഈ കിഴി എന്ന് ആദ്യം എഴുതും തുടക്കത്തിൽ തന്നെ, അതായത് ക്യാപ്ഷനിൽ, തമ്പനയിലല്ല ക്യാപ്ഷനിൽ. അതാണ് നമ്മുടെ കിഴി എപ്പിസോഡ്. ചിലരൊക്കെ അത് ഇപ്പോഴും ചോദിക്കുന്നുണ്ട്, നിങ്ങളുടെ കിഴി എപ്പിസോഡ് എങ്ങനെയാണ്, അതെന്താ നിങ്ങൾക്കത് സ്പെഷ്യലായിട്ട് കിഴി എപ്പിസോഡ് എന്ന് എഴുതിക്കൂടെ എന്ന്. ഈ കിഴി എപ്പിസോഡിനെ കുറിച്ചാണ് ഈ എന്ന് എഴുതിയിട്ട് കിഴി എന്ന് മലയാളത്തിൽ എഴുതിയിട്ടുള്ള ഒരു ഫസ്റ്റ് തുടക്കത്തിൽ അങ്ങനെ ഒരു ക്യാപ്ഷൻ ഉണ്ടാവും. ക്യാപ്ഷനിൽ
ഈ കിഴി എന്ന് ഉൾപ്പെടുത്തിയിട്ടുണ്ടാവും. അതാണ് നമ്മുടെ കിഴി എപ്പിസോഡ്. എന്തായാലും ഇന്നത്തെ ഈ കിഴി എപ്പിസോഡ് ഇവിടെ തീർന്നിരിക്കുകയാണ്. ഇനി നമുക്ക് ദേവര സിനിമയുടെ ഒഫീഷ്യൽ ട്രailer റിയാക്ഷനായിട്ട് വരാം. ബൈ.